സ്വന്തം കഴിവുകളിലും ബുദ്ധിശക്തിയിലും ആശ്രയിച്ച് ജീവിതം വിജയത്തിലേക്ക് നയിക്കാം എന്ന് അനേകം ആളുകൾ ചിന്തിക്കുന്നുണ്ട്. ചിലർ പണത്തിലും മറ്റു ചിലർ പദവികളിലുമൊക്കെ ആശ്രയിക്കുന്നു. ചിലർ തങ്ങളുടെ മക്കളിലും അവരുടെ സ്വാധീനത്തിലും അവരുടെ നല്ല ഉദ്യോഗത്തിലുമൊക്കെ ആശ്രയിക്കുന്നു. ഇനിയും ആരോഗ്യത്തിലും കായിക ശേഷിയിലുമൊക്കെ ആശ്രയിക്കുന്നവർ വളരെയാണ്. എന്നാൽ ഈ പറഞ്ഞതൊക്കെ നനച്ചിരിക്കാത്തപ്പോൾ മാറ്റപ്പെടാവുന്നതാണ്. സധൈര്യം ആശ്രയിക്കുവാൻ കൊള്ളാവുന്ന സ്ഥാനം ഏതാണ്? ജീവസന്ദേശത്തിൻ്റെ യെശയ്യാ പ്രവചന പഠനത്തിൽ പങ്കാളികളായിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങൾ സഹായത്തിനായി മനുഷ്യരിലേക്ക് തിരിയുമ്പോൾ സ്വാഭാവികമായും പല വിഷയത്തിലും ആശ്രയിക്കുന്നവരുമായി അനുരഞ്ജനം ചെയ്യേണ്ടി വരും. എന്നാൽ വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലുമാകുന്നു നിങ്ങളുടെ ബലമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് സങ്കീർത്തനക്കാരൻ പാടുന്നത് തൻ്റെ ജീവിത അനുഭവത്തിൽ നിന്നാകുന്നു. യെശയ്യാ പ്രവചനം 30, 31 അധ്യായങ്ങൾ ഇന്ന് നമ്മൾക്ക് ചിന്തിക്കാം. യെശയ്യാ പ്രവചനം 30, 31 അധ്യായങ്ങളിൽ അശൂരിനോട് എതിരിടുവാൻ മിസ്രയീമുമായി കൂട്ടുകെട്ടുണ്ടാക്കരുതെന്നും സഹായത്തിനായി ദൈവത്തിങ്കിലേക്കത്രേ തിരിയേണ്ടതെന്നുമുള്ള പ്രബോധനങ്ങളാണ്. ഈ 2 അധ്യായങ്ങളിൽ പ്രാദേശിക സാഹചര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടുമുണ്ട്. എങ്കിലും അതോടുകൂടി ഭാവി കാലത്തേക്കുള്ള ഒരു വലിയ പ്രവചനത്തിൻ്റെ കാര്യവും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പ്രാദേശിക പ്രവചനം അക്ഷരികമായി നിറവേറപ്പെട്ടു കഴിഞ്ഞു. തെക്കേ രാജ്യമായ യഹൂദ പ്രവാചകൻ്റെ മുന്നറിയിപ്പിനെ കാര്യമായിട്ടെടുത്തു. അശൂര്യ ആക്രമണത്തിൽ നിന്നും സ്വതന്ത്രമാകാൻ അവർ മിസ്രൈമിനോട് കൂട്ടുചേർന്നില്ല. എന്നാൽ വടക്കേ രാജ്യമായ ഇസ്രായേൽ ആ തെറ്റ് ചെയ്തു. അവർ പ്രവാചകൻ്റെ മുന്നറിയിപ്പിനെ അവഗണിച്ചു. അതിൻ്റെ ഫലമായി അവർ അശൂരിലേക്ക് അടിമകളായി പോകേണ്ടി വന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ ഹോശേയ മിസ്രൈം രാജാവായ സോവിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയക്കുകയും അശൂർ രാജാവിന് ആണ്ടുതോറുമുള്ള കപ്പം കൊടുത്തയക്കാതിരിക്കുകയും ചെയ്തത് നിമിത്തം അശൂർ രാജാവ് അവനിൽ ദ്രോഹം കണ്ടിട്ട് അവനെ പിടിച്ച് ബന്ധിച്ച് കാരാഗൃഹത്തിലാക്കി. ഹോശേയ എന്ന് പറഞ്ഞിരിക്കുന്നത് വടക്കേ രാജ്യമായ ഇസ്രായേലിലെ രാജാവായിരുന്നു. മിസ്രൈമുമായി കൂട്ടുകെട്ടുണ്ടാക്കരുതെന്നുള്ള മുന്നറിയിപ്പ് 30-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലും 7-ാം വാക്യത്തിലും കാണുന്നുണ്ട്. മിസ്രൈമിൽ നിന്നും ലഭിക്കുമെന്ന് കരുതുന്ന സഹായം മരുഭൂമിയിലെ വെറും മരീചിക മാത്രമാണെന്ന് പ്രവാചകൻ പറയുന്നു. മിസ്രൈം സൈന്യശക്തി ആയിരുന്നു. അവർക്ക് തങ്ങളെ സഹായിക്കാമെന്നാണ് യഹൂദ ചിന്തിച്ചത്. അസീര്യക്കാർ വരുന്നു, അവരോട് എതിർത്ത് നിൽക്കുവാൻ യഹൂദയ്ക്ക് സ്വയം കഴിയില്ല. അതുകൊണ്ട് സഹായത്തിനായി മിസ്രൈമിലേക്ക് തിരിയാമെന്ന് സ്വാഭാവികമായും അവർ ചിന്തിക്കുകയായിരുന്നു. എന്നാൽ ദൈവം പ്രവാചകനിൽ കൂടി പറയുന്നത് അവർ മിസ്രൈമിൽ ആശ്രയിക്കരുത് എന്നാണ്. മിസ്രൈം ദൈവത്തെ കൂടാതെയുള്ള കൂട്ടുകെട്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവജനം സഹായത്തിന് വേണ്ടി ജീവനുള്ളവനായ ദൈവത്തിലാണ് പൂർണ്ണമായി ആശ്രയിക്കേണ്ടത്. ഏത് സാഹചര്യത്തിലും സഹായിപ്പാൻ ദൈവം മതിയായവനാകുന്നു എന്ന് ദൈവജനം വിശ്വസിക്കേണ്ടിയിരുന്നു. വർഷങ്ങൾക്ക് മുൻപേ അവരുടെ പിതാക്കന്മാരെ മിസ്രൈമിൽ നിന്നും ദൈവം എങ്ങനെയാണ് വിടുവിച്ചു കൊണ്ടുവന്നത്? അത് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അതിശയങ്ങളും അന്നത്തേത് ആ വീര്യപ്രവൃത്തികൾ അവർ അറിഞ്ഞിരുന്നതാണ്. അവർ അതേക്കുറിച്ച് അറിവില്ലാത്തവരായിരുന്നില്ല. എന്നാൽ ലോകപ്രകാരമുള്ള കഴിവിലും ശക്തിയിലും ആശ്രയിച്ച് ജീവിതം വിജയത്തിലേക്ക് നയിക്കാമെന്ന് അനേകം ആളുകൾ ചിന്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചിലർ പണത്തിലായിരിക്കാം, മറ്റു ചിലർ അതുപോലെയുള്ള സമ്പത്തുകളിലും ഒക്കെ ആശ്രയിക്കുന്നുണ്ടാകാം. ചിലർ തങ്ങളുടെ മക്കളിലും അവരുടെ സ്വാധീനത്തിലും അവരുടെ നല്ല നല്ല ജോലിയിലുമൊക്കെ ആശ്രയിക്കുന്നു. ഇനിയും വേറെ ചിലർ ആരോഗ്യത്തിൽ, കായികശേഷിയിൽ ഒക്കെ ആശ്രയിക്കുന്നു.
ആരും എന്നെ ഒന്നും കാണിക്കാനില്ല എന്ന ചിന്ത പലർക്കും ഉള്ളതായി നാം കാണുന്നുണ്ട്. എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയും എന്ന ചിന്ത. എന്നാൽ തങ്ങളുടെ കഴിവിലും ശക്തിയിലും ആശ്രയിക്കുന്നവർ ഏത് സമയത്തും മാറ്റപ്പെടാവുന്ന കാര്യങ്ങളിലാണ് ആശ്രയിക്കുന്നത് എന്ന കാര്യം അവർ ഓർത്തിരിക്കണം. സമ്പത്ത് ചിലപ്പോൾ പെട്ടെന്ന് മാറ്റപ്പെട്ടു പോയി എന്ന് വരാം. സമ്പത്തിൽ ആശ്രയിച്ചാൽ അത് സമാധാനം നൽകുകയില്ല, സുരക്ഷിതത്വം നൽകുകയില്ല. ചിലർ തങ്ങളുടെ മക്കളിൽ ആശ്രയിക്കുന്നു. എന്നാൽ മനുഷ്യനിൽ ആശ്രയം വയ്ക്കുന്നവർ നിരാശപ്പെടുമെന്ന് നാം മറക്കരുത്. യെശയ്യാപ്രവചനം 30-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അതിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. 30-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ. പാപത്തോട് പാപം കൂട്ടുവാൻ തക്കവണ്ണം എന്നെ കൂടാതെ ആലോചന കഴിക്കുകയും എൻ്റെ ആത്മാവിനെ കൂടാതെ സഖ്യത ചെയ്യുകയും ഫറവോൻ്റെ സംരക്ഷണയിൽ തങ്ങളെ തന്നെ സംരക്ഷിക്കേണ്ടതിനും മിസ്രൈമിൻ്റെ നിഴലിൽ ശരണം പ്രാപിക്കേണ്ടതിനും എൻ്റെ അരുളപ്പാട് ചോദിക്കാതെ മിസ്രൈമിലേക്ക് പോവുകയും ചെയ്യുന്ന മത്സരമുള്ള മക്കൾക്ക് അയ്യോ കഷ്ടം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇത് 4-ാമത്തെ കഷ്ടമാണ്, അല്ലെങ്കിൽ 4-ാമത്തെ ശാപവാക്ക്. ഇത് ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഫലത്തിൽ ദൈവം ഇവിടെ പറയുന്നത്, സഹായത്തിനായി നിങ്ങൾ മിസ്രൈമിൽ പോകരുത്, അത് നിങ്ങൾക്ക് നന്മയായിരിക്കുകയില്ല. മിസ്രൈമിൽ നിന്നും സഹായം കിട്ടുമെന്നുള്ള ചിന്ത വെറും മരീചികയാണ്. ഇനി 3-ാം വാക്യത്തിൽ പറയുന്നത്, എന്നാൽ ഫറവോൻ്റെ സംരക്ഷണം നിങ്ങൾക്ക് നാണമായും മിസ്രൈമിൻ്റെ നിഴലിലെ ശരണം ലജ്ജയായും ഭവിക്കും. എന്നാൽ അശൂരിൻ്റെ ആക്രമണം യഹൂദയ്ക്ക് നേരെ ഉണ്ടായപ്പോൾ സഹായത്തിനായി അവർ മിസ്രൈമിനെ സമീപിച്ചു. ഇത് തങ്ങളെ വിടുവിച്ച് ജയോത്സവമായി നടത്തിക്കൊണ്ടുവന്ന ദൈവത്തോടുള്ള കഠിന പാപമായിരുന്നു, എതിർപ്പായിരുന്നു, അവനെ അവഹേളിക്കുകയായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ജീവനാഥനെ അവഗണിച്ച് ദുഷ്ടലോകത്തിൻ്റെ സഹായത്തിനായി ദൈവമക്കൾ കൈനീട്ടുന്നത് എത്ര ഭയങ്കരമെന്ന് നോക്കുക. 6-ാം വാക്യം. തെക്കേ ദേശത്തിലെ മൃഗങ്ങളെക്കുറിച്ചുള്ള പ്രവാചകം. സിംഹി, കേസരി, അണലി, പറക്കുന്ന അഗ്നിസർപ്പം എന്നിവ വരുന്നതായി കഷ്ടവും ക്ലേശവുമുള്ള ദേശത്തുകൂടി അവർ ഇളം കഴുതപ്പുറത്ത് തങ്ങളുടെ സമ്പത്തും ഒട്ടകപ്പുറത്ത് തങ്ങളുടെ നിക്ഷേപങ്ങളും കയറ്റി തങ്ങൾക്ക് ഉപകാരം വരാത്ത ഒരു ജാതിയുടെ അടുക്കൽ കൊണ്ടുപോകുന്നു. നോക്കുക, ആഫ്രിക്കൻ വനാന്തരത്തിൽ കാണുന്നത് പോലെയുള്ള ഈ ജന്തുക്കളെ കൊണ്ട് നിറഞ്ഞ മിസ്രൈമ്യ വനാന്തരങ്ങളിൽ കൂടി യഹൂദ തങ്ങളുടെ സമ്പത്തുമായി മിസ്രൈമിലേക്ക് പോകുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മിസ്രൈമിൽ നിന്നും വലിയ സമ്പത്തുമായി ദൈവം അവരെ പുറപ്പെടുവിച്ച് കൊണ്ടുവന്നത് നാം മറന്നുപോയിട്ടില്ല. എന്നാൽ ഇപ്പോൾ അവർ സമ്പത്തുമായി അതേ ശത്രുക്കളുടെ അടുത്തേക്ക് സഹായത്തിനായി പോകുന്നു. അവരെ നോക്കി ദൈവം കഷ്ടമെന്നാണ് പറയുന്നത്. അതിൽ ആശ്ചര്യപ്പെടുവാൻ എന്തിരിക്കുന്നു? പ്രിയ സുഹൃത്തെ, മിസ്രൈമിലേക്കുള്ള ഈ മടക്കയാത്ര ദൈവമക്കൾ എന്ന് പറയുന്ന അനേകരിലും ഇന്ന് നാം കാണുന്നുണ്ട്. ഉച്ചത്തിൽ സ്തോത്രം പറയുകയും ശരണത്തിനായി ലോകത്തിൻ്റെ പിന്നാലെ പോവുകയും ചെയ്യുന്നവർ ദൈവമില്ലാത്ത ജനത്തെപ്പോലെ മുഹൂർത്തം നോക്കുകയും ശകുനം നോക്കുകയും പല്ലി ചിലയ്ക്കുന്നതിനെ ഭയപ്പെടുകയും വാരഫലം നോക്കുകയും ഒക്കെ ചെയ്യുന്നവർ ഇന്നും ഭക്തി പറയുന്നവരുടെ കൂട്ടത്തിൽ വളരെ ഉണ്ട് എന്നത് എന്തൊരു വൈരുദ്ധ്യമല്ലേ. എന്നാൽ ഓർക്കുക, ഈ ലോകം തരുന്ന യാതൊന്നും നമുക്ക് ശാശ്വതമായിട്ടുള്ളതല്ല. ഈ ലോകമാകുന്ന മിസ്രൈമിൽ നിന്ന് ഒരു നേട്ടവും നമുക്ക് ലഭിക്കുവാൻ പോകുന്നില്ല. നമുക്ക് സഹായം തരുന്നത് മിസ്രൈമിൽ നിന്നും നമ്മെ സ്വതന്ത്രനാക്കിയ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. നമ്മെ വിളിച്ചിറക്കി നമ്മെ മുൻപോട്ട് കൊണ്ടുവന്ന് വാഗ്ദത്ത നാട്ടിലാക്കി തീർത്ത നമ്മുടെ ദൈവം മാത്രമാണ്. 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മിസ്രൈമ്യരുടെ സഹായം വ്യർത്ഥവും നിഷ്ഫലവും അത്രേ, അതുകൊണ്ട് ഞാൻ അതിന് അനങ്ങാതിരിക്കുന്ന സാഹസക്കാർ എന്ന് പേർ വിളിക്കുന്നു. ഇനിയും നാം കാണുന്നത് വിടുതലിനായി യഹോവയെങ്കിലേക്ക് തിരിയുക എന്ന പ്രബോധനമാണ്. 8-ാം വാക്യമാണ് ഞാൻ വായിക്കുന്നത്. നീ ഇപ്പോൾ ചെന്ന് വരുംകാലത്തേക്കൊരു ശാശ്വത സാക്ഷ്യമായിരിക്കേണ്ടതിന് അവരുടെ മുമ്പാകെ അതിനെ ഒരു പലകയിൽ എഴുതി ഒരു രേഖയായി കുറിച്ചു വയ്ക്കുക. യഹൂദയുടെ അനുസരണക്കേടും പരാജയവും പലകയിൽ രേഖയാക്കി വയ്ക്കുവാൻ ദൈവം യെശയ്യാവോട് കൽപ്പിക്കുന്നു. കാരണം വരും തലമുറ ഇത് മനസ്സിലാക്കണം. അവർ ഇവരുടെ സന്താനങ്ങളാകയാൽ ഇതേ പാപം തന്നെ ആവർത്തിക്കുമെന്ന് ദൈവത്തിനറിയാം. 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ അവരുടെ അനുസരണക്കേടും അവരുടെ ഹൃദയത്തിൻ്റെ വക്രതയും
അതിനെതിരെയുള്ള മുന്നറിയിപ്പിനെക്കുറിച്ചുമാണ് നാം കാണുന്നത്. എങ്കിലും സ്നേഹവാനായ ഒരു പിതാവ് എന്ന പോലെ ദൈവം അവരോട് ഇടപെടുന്നത് ശ്രദ്ധിച്ചാട്ടെ. ഇനി 15-ാം വാക്യം ഞാൻ വായിക്കാം. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം, എങ്കിലും നിങ്ങൾക്ക് മനസ്സാകാതെയല്ല. എത്ര ആശ്വാസപ്രദമായ വാക്കുകളാണിത്. എന്നാൽ യഹൂദ ഈ ആഹ്വാനത്തെ തള്ളിക്കളഞ്ഞു. ദൈവത്തിൻ്റെ വാക്കുകളെ അവർ നിസ്സാരമാക്കി. മത്സരബുദ്ധിയോടെ മിസ്രൈമിലേക്ക് സഹായത്തിനായി ഓടിപ്പോയി. അനുസരണക്കേടിന് അവർ എത്രത്തോളം വേഗത കാണിച്ചോ അത്രയും വേഗത്തിൽ ശത്രുക്കൾ ഇതാ അവരുടെ നേരെ വരുന്നു. ഞാൻ ഇനിയും 17-ാം വാക്യമാണ് വായിക്കുന്നത്, ശ്രദ്ധിച്ചാട്ടെ. 17-ാം വാക്യം: മലമുകളിൽ ഒരു കൊടിമരം പോലെയും കുന്നിൻ പുറത്തൊരു കൊടി പോലെയും നിങ്ങൾ ശേഷിക്കുന്നത് വരെ ഏകൻ്റെ ഭീഷണിയാൽ 1000 പേരും 5 പേരുടെ ഭീഷണിയാൽ നിങ്ങളൊക്കെയും ഓടിപ്പോകും. ഒടുവിൽ ദൈവത്തിന് അവരെ ശിക്ഷിക്കാതെ നിവൃത്തിയില്ലെന്ന് വന്നിരിക്കുന്നു. എന്നാൽ ദൈവം ശിക്ഷിക്കുന്നത് നന്മയ്ക്കായിട്ടാണ്. ശിക്ഷ പലപ്പോഴും വേദന ഉളവാക്കുന്നു, എങ്കിലും അത് സ്നേഹത്തിൻ്റെ ഒരു നിർബന്ധമാകുന്നു എന്ന് നാം മറക്കരുത്. സ്നേഹിക്കുന്ന മകനെ അപ്പൻ തല്ലുന്നു. നിങ്ങൾ നിങ്ങളുടെ മക്കളെ തല്ലാറില്ലേ? എന്തിനാണ് അവനെ ശിക്ഷിക്കുന്നത്? അവരുടെ കരച്ചിൽ കേൾക്കാനല്ല, നമ്മുടെ ദേഷ്യം തീർക്കാനല്ല. വാസ്തവത്തിൽ അവരുടെ കരച്ചിൽ കേൾക്കുന്നത് മാതാപിതാക്കളായി നമുക്ക് കൂടുതൽ വേദനയുണ്ടാക്കും. എന്നാൽ ഈ ശിക്ഷ അവന് ഭാവിയിൽ ഗുണമായി തീരണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. പ്രിയ സുഹൃത്തെ, ദൈവം നമ്മെ സ്നേഹിക്കുന്ന നല്ല പിതാവാകുന്നു. നമ്മെ ഓരോരുത്തരെക്കുറിച്ചും അവന് പ്രത്യേക ഉദ്ദേശമുണ്ട്. നാം അവൻ്റെ വഴിയിൽ നിന്നും മാറിപ്പോയാൽ നൊമ്പരത്തോടെയെങ്കിലും അവൻ താങ്കളെ നേർവഴിക്കാക്കാൻ ശിക്ഷണത്തിൽ കൊണ്ടുവന്നു എന്ന് വന്നേക്കാം. അവൻ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രശ്നങ്ങളും ഭാരങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വരുമ്പോൾ തത്രപ്പെട്ട് നാലുപാട് ഓടുകയല്ല വേണ്ടത്. സഹായം തരുന്ന പർവ്വതമായ യഹോവയെങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തി കരങ്ങൾ നീട്ടി അവൻ്റെ പാദപീഠത്തെങ്കിൽ വീഴുക മാത്രമാണ് നാം ചെയ്യേണ്ടത്. നാം ആശ്രയം വെക്കേണ്ടതും സഹായം തേടേണ്ടതും ക്രിസ്തുയേശുവിൽ മാത്രമാണ്. അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീനെന്ന്. 55-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല എന്ന്. ഗലീലയിലെ കാനാവിൽ കർത്താവ് ഒരു കല്യാണ വിരുന്നിന് പോയതിൻ്റെ ആ സംഭവം യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ എഴുതിയത് നാം വായിക്കുന്നുണ്ടല്ലോ. വിരുന്നിൽ വീഞ്ഞ് തീർന്നുപോയി. അന്നൊക്കെ അത്യന്താപേക്ഷിതമായ ഒരു ഭാഗമായിരുന്നു ഈ വീഞ്ഞ്. പ്രശ്നത്തിൻ്റെ ഗൗരവം അറിഞ്ഞ കർത്താവിൻ്റെ അമ്മ മറിയ പുത്രനായ യേശുവിൻ്റെ സഹായം തേടി. ദൈവപുത്രനിൽ പരിഹാരം കണ്ട അവൾ വേലക്കാരോട് പറഞ്ഞു, യേശു എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ അങ്ങ് ചെയ്തോണം. എന്താണ് നാം വാസ്തവത്തിൽ ഇവിടെ കാണുന്നത്? യേശുവിനെ ആവശ്യം അറിയിച്ച ശേഷം അവിടെ ആരും പിന്നെ ആവലാതിപ്പെട്ട് ഓടി നടന്നതായി കാണുന്നില്ല. കൽപ്പാത്രങ്ങളിലെ വെള്ളം ശ്രേഷ്ഠമായ വീഞ്ഞാക്കി തീർക്കുവാൻ ആരും ഒന്നും ചെയ്തില്ല. വിശ്വസിച്ച് ആശ്രയിച്ച് അത് വിളമ്പിക്കൊടുത്തു, അത്രമാത്രം. ആശ്രയിച്ചതിനാൽ വിശ്രമത്തിനുള്ള അവസരം കിട്ടി. അത് വിരുന്നിൻ്റെ ശ്രേഷ്ഠത വർദ്ധിപ്പിച്ചു എന്നും ഓർക്കുക. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ആവശ്യങ്ങളിൽ, താങ്കളുടെ പ്രതിസന്ധികളിൽ, താങ്കളുടെ പ്രശ്നങ്ങളിൽ ആരുടെ അടുത്തേക്കാണ് താങ്കൾ ഓടുന്നത്? രോഗങ്ങളിൽ താങ്കളെ സഹായിക്കുവാൻ, ഭാവിക്കായി കരുതുവാൻ, താങ്കളുടെ മക്കൾക്ക് വേണ്ടി കരുതുവാൻ, അതെ, അവർക്ക് നല്ല തുണകളെ നൽകിത്തരുവാൻ, അവരുടെ പഠനത്തിൽ സഹായിക്കുവാൻ ദൈവം മതിയായവനാകുന്നു എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അവനിൽ താങ്കൾ ആശ്രയം വയ്ക്കുന്നുണ്ടോ? അതോ ഇതൊക്കെ ഓർത്ത് ഭാരപ്പെട്ട് ഭയപ്പെട്ട് ഓട്ടം ആണോ? കർത്താവ് പറയുന്ന, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. താങ്കൾ ആയിരിക്കുന്ന അവസ്ഥയിൽ താങ്കളുടെ ഭാരങ്ങളുമായി ചിന്താകുലങ്ങളുമായി കർത്താവിൻ്റെ അടുത്തേക്ക് ചെന്നാൽ താങ്കളെ സഹായിക്കുവാൻ അവൻ എപ്പോഴും തയ്യാറാണ്. അതെ, ഇപ്പോഴും തയ്യാറാണ്. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം എന്നുള്ളത് നിങ്ങളുടെയും അനുഭവമാകട്ടെ. ഇവിടെ ഇസ്രായേൽ ദൈവത്തിൽ ആശ്രയം വെച്ചില്ല. അതുകൊണ്ട് പ്രവാചകൻ പറയുന്നത് ശ്രദ്ധിക്കുക, 18-ാം വാക്യം: അതുകൊണ്ട് യഹോവ നിങ്ങളോട് കൃപ കാണിപ്പാൻ താമസിക്കുന്നു, അതുകൊണ്ട് അവൻ നിങ്ങളോട് കരുണ കാണിക്കാതെ വണ്ണം ഉയർന്നിരിക്കുന്നു.
യഹോവ ന്യായത്തിൻ്റെ ദൈവമല്ലോ, അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. ധൃതിപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. നാം യുഗങ്ങളുടെ അവസാനത്തിലെത്തി. കർത്താവ് ഈ വർഷം വരും അല്ലെങ്കിൽ അടുത്ത വർഷം വരും എന്നിങ്ങനെ പറയേണ്ടതില്ല. കർത്താവ് പറയുന്നത്, എൻ്റെ പ്രവൃത്തി ഞാനൊന്ന് തികച്ചോട്ടെ, നിങ്ങൾക്ക് ഞാൻ തീയതിയൊന്നും നൽകിയിട്ടില്ലല്ലോ. നാം കർത്താവിനായി കാത്തിരിക്കാൻ പഠിക്കുക. തൻ്റെ മക്കളെ ചേർത്ത് പോകുവാൻ കർത്താവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള വരവ് കാത്തിരിപ്പിൻ്റെ ഒരു കാര്യമാകുന്നു. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്നാണല്ലോ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ ധൃതി പിടിപ്പിക്കുവാൻ താങ്കൾക്ക് കഴിയില്ല. സുഹൃത്തെ, അവിടുന്ന് യാതൊരു ധൃതിയുമില്ലാതിരിക്കുകയാണെന്ന് ഓർക്കണം. കാര്യങ്ങൾ സംഭവിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരുപക്ഷെ നടന്നെന്ന് വരില്ല. എന്നാൽ ദൈവം തന്നെ അത് ചെയ്യട്ടെ. നിത്യത മുഴുവനും അവൻ്റെ മുമ്പിലുണ്ടല്ലോ. നാം അവനോട് ചേർന്ന് അവിടുത്തെ ഹിതപ്രകാരമാകുമ്പോൾ ഇവിടെ നമുക്കും ജീവിതം ഏറ്റവും അനുഗ്രഹമായിരിക്കും, ലളിതമായി അനുഭവപ്പെടുമെന്ന് ഞാൻ പറയട്ടെ. 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യെരുശലേമ്യരായ സിയോൻ നിവാസികളെ, ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായി കരുണ തോന്നും. അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരമരുളും. ഞാൻ വലിയ തെറ്റ് ചെയ്ത വ്യക്തിയാകുന്നു, ഞാൻ മഹാപാപിയാകുന്നു, ഞാൻ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ച വ്യക്തിയാകുന്നു, ദൈവം ഇനിയും എന്നെ സ്വീകരിക്കുമോ, അവൻ ഇനിയും എന്നോട് കരുണ കാണിക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവത്തിൻ്റെ ദയ നിരന്തരമാകുന്നു, മാറ്റമില്ലാത്തതാകുന്നു. താങ്കൾ മാറിയാലും ലോകം മുഴുവൻ മാറിയാലും അവൻ്റെ കരുണയും സ്നേഹവും ദയയും മാറുന്നില്ല. അവിടുന്ന് സ്നേഹവാനായ ദൈവമാണ്. അവിടുന്ന് പാപത്തെ വെറുക്കുന്നു എന്നത് സത്യമാണ്. എന്നാൽ പാപിയെ അവൻ സ്നേഹിക്കുന്നു. താങ്കൾക്ക് ചിന്തിക്കാവുന്നതിലും അധികം അവിടുന്ന് താങ്കളെ സ്നേഹിക്കുന്നു. ഓർക്കുന്നില്ലേ, ആ വ്യഭിചാര കുറ്റത്തിൽ എല്ലാവരും കൂടി പിടിച്ച് കല്ലെറിഞ്ഞ് കൊല്ലാനായി യഹൂദന്മാർ കൊണ്ടുവന്ന ആ സ്ത്രീയെക്കുറിച്ച് കർത്താവ് പറഞ്ഞത്? നിങ്ങൾ ആ സാഹചര്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ. മോശയുടെ ന്യായപ്രമാണം ഉദ്ധരിച്ചുകൊണ്ട് യഹൂദ പ്രമാണികൾ യേശുവിനോട് ചോദിച്ചു, ഇവളെ എന്ത് ചെയ്യണം? അവർക്കറിയാമായിരുന്നു എന്ത് ചെയ്യണമെന്ന്. എന്നിരുന്നാലും യേശുവിനെ എങ്ങനെങ്കിലും കുരുക്കുവാനുള്ളൊരു ശ്രമം. അവളെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ തയ്യാറായി നിന്ന ആ മിടുക്കന്മാരോട് കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന്. ആർക്കും അതിന് കഴിഞ്ഞില്ല. ഒടുവിൽ ആ സ്ത്രീ മാത്രം ശേഷിച്ചപ്പോൾ കർത്താവ് അവളോട് പറഞ്ഞു, ആരും നിന്നെ ശിക്ഷ വിധിച്ചില്ലയോ? ഞാനും നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല. പോക, ഇനിയും പാപം ചെയ്യരുത്. കർത്താവായ യേശു പാപിയെ സ്നേഹിക്കുന്നു. ഒരു പാപിയുടെ നാശത്തിൽ അവന് ഒട്ടും താല്പര്യമില്ല. നിങ്ങളുടെ പാപത്തെ ഏറ്റുപറഞ്ഞ് സമ്മതിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുമെങ്കിൽ അവൻ നിങ്ങളെ സ്വീകരിപ്പാൻ മതിയായവനാണ്. അതിനുവേണ്ടി അവൻ തയ്യാറായിരിക്കും. അവൻ താങ്കളെ ഇപ്പോഴും സ്നേഹിക്കുന്നു. എന്നാൽ പാപത്തെ അവൻ വെറുക്കുന്നു. സ്നേഹവാനായ ദൈവം താങ്കളെ വിളിക്കുന്നു. 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ യഹൂദയും ഇസ്രായേലും സഹസ്രാബ്ദ വാഴ്ചയിൽ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ദീർഘവർഷങ്ങളായി അവരെ ദൈവത്തിൽ നിന്ന് അകറ്റിയിരുന്നതും വിഗ്രഹങ്ങളായിരുന്നു. എന്നാൽ അതൊക്കെയും എന്നേക്കുമായി ദൂരേക്കെറിയുന്നു. എന്നിട്ട് 30-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ നാം വരുമ്പോൾ ഇപ്രകാരം വായിക്കുന്നു. 22-ാം വാക്യം, വെള്ളി പൊതിഞ്ഞിരിക്കുന്ന ബിംബങ്ങളെയും പൊന്നു പൊതിഞ്ഞിരിക്കുന്ന വിഗ്രഹങ്ങളെയും നിങ്ങൾ അശുദ്ധമാക്കും. അവയെ മലിനമായൊരു വസ്തു പോലെ എറിഞ്ഞു കളയുകയും പൊയ്ക്കോ എന്ന് പറയുകയും ചെയ്യും. നീ നിലത്ത് വിതയ്ക്കുന്ന വിത്തിന് മഴയും നിലത്തിലെ വിളവായ അപ്പവും അവൻ നിനക്ക് തരും. അത് പുഷ്ടിയും സമൃദ്ധിയും ഉള്ളതായിരിക്കും. അന്ന് നിൻ്റെ കന്നുകാലികൾ വിസ്താരമായ മേച്ചിൽപ്പുറങ്ങളിൽ മേയും. പാപം മൂലം ശപിക്കപ്പെട്ട ഭൂമി ആദ്യഘട്ടത്തിലേക്ക് മടങ്ങി വരുന്ന അവസ്ഥയാണ്. മൃഗസമ്പത്തിന്മേലുള്ള അനുഗ്രഹത്തെക്കുറിച്ചും പ്രകൃതിയിലുള്ള മാറ്റത്തെക്കുറിച്ചുമാണ് 23, 24, 26, 27 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. ഇനിയും ഞാൻ 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ കൂടി ഒന്ന് വായിക്കാം. യഹോവയുടെ മേഘനാദത്താൽ അശൂർ തകർന്നു പോകും. തൻ്റെ വടികൊണ്ട് അവനെ അടിക്കും. യഹോവ അവനെ വിധി തെണ്ണുകൊണ്ട് അടിക്കുന്ന ഓരോ അടിയോടും കൂടെ തപ്പിൻ്റെയും കിന്നരത്തിൻ്റെയും നാദമുണ്ടായിരിക്കും. അവൻ അവരോട് തകർത്ത് പടവെട്ടും
പണ്ട് തന്നെ ഒരു ദഹനസ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ, അത് രാജാവിനായിട്ടും ഒരുക്കിയിരിക്കുന്നു. അവൻ അതിനെ ആഴവും വിശാലവുമാക്കിയിരിക്കുന്നു. അതിൻ്റെ ചിതയിൽ വളരെ തീയും വിറകുമുണ്ട്. യഹോവയുടെ ശ്വാസം ഒരു ഗന്ധക നദി പോലെ അതിനെ കത്തിക്കും. അശൂർ ദൈവത്തിനെതിരായ ഒടുവിലത്തെ ശത്രുവിനെയാണ് സൂചിപ്പിക്കുന്നത്. ദഹനസ്ഥലം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബെൻഹിനോം താഴ്വരയിലെ ഒരു സ്ഥലമാണ്. അവിടെയാണ് ഏറ്റവും നികൃഷ്ടമായ വിഗ്രഹാരാധന നടന്നിരുന്നത്. മനുഷ്യൻ്റെ വഷളത്വത്തിൻ്റെ അഥവാ മനുഷ്യൻ്റെ അധപ്പതനത്തിൻ്റെ നെല്ലിപ്പലക കാണണമെങ്കിൽ അവിടെ ചെന്നാൽ മതിയായിരുന്നു. കൊച്ചു കുഞ്ഞുങ്ങളെ, പിഞ്ചു കുഞ്ഞുങ്ങളെ ബലിയർപ്പിച്ചിരുന്ന സ്ഥലമായിരുന്നത്. തീപ്പൊയ്കയിലെ ഏറ്റവും മോശപ്പെട്ട സ്ഥലമായിട്ടാണ് അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നത്. ഈ രാജാവ് ആരാണ് ഇവിടെ പറയുന്നത്? അശൂർ രാജാവാണോ? ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യത്തിൽ ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്ന ഒരു രാജാവിനെ കാണാം. അവനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗം മാത്രം ഒന്ന് വായിക്കാം. വെളിപ്പാട് 20-10. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. അതെ, തന്നെത്താൻ ഉയർത്തി സർവശക്തന് നേരെ സംസാരിക്കുന്ന അധർമ്മമൂർത്തിയാണ് ഈ രാജാവ്. അവനത്രേ മൃഗവും കള്ളപ്രവാചകനും. യെരുശലേമിനെ സംരക്ഷിക്കേണ്ടതിനായി മിസ്രൈമിലേക്ക് നോക്കരുത്, ദൈവത്തിൽ ആശ്രയിക്കുകയാണ് വേണ്ടത് എന്ന് 31-ാം അധ്യായത്തിൽ വീണ്ടും പ്രവാചകൻ മുന്നറിയിപ്പ് തരുന്നുണ്ട്. ഇസ്രായേൽ തെറ്റായ കൂട്ടുകെട്ടിൽ ചെന്ന് ചാടും. അവർ എതിർ ക്രിസ്തുവിനെ അംഗീകരിക്കും, അന്തിക്രിസ്തുവിനെ. അതേക്കുറിച്ച് ദൈവം അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. തന്നെ വിട്ട് സഹായത്തിനായി മിസ്രൈമിലേക്ക് പിന്തിരിഞ്ഞാൽ, ലോകത്തിലേക്ക് തിരിഞ്ഞാൽ തൻ്റെ ജനത്തെ ദൈവം ന്യായം വിധിക്കും, ശിക്ഷിക്കും. അത് നാം ഒരിക്കലും മറക്കരുത്. 31-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. ഇസ്രായേലിൻ്റെ പരിശുദ്ധങ്കലേക്ക് നോക്കുകയോ യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ സഹായത്തിനായി മിസ്രൈമിൽ ചെന്ന് കുതിരകളിൽ മനസ്സൂന്നി, രഥം അനവധിയുള്ളതുകൊണ്ട് അതിലും കുതിരച്ചേവകർ മഹാബലവാന്മാരാകൊണ്ട് അവരിലും ആശ്രയിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. 5-ാമത്തെ കഷ്ടം അഥവാ ശാപമാകുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സഹായത്തിനായി മിസ്രൈമിലേക്ക് പോകുന്നവരോടാണ് ഇത് പറയുന്നത്. ദൈവത്തിൽ നിന്ന് മാറി വല്ല ഭൗതിക സമൃദ്ധിയിലോ മനുഷ്യരിലോ സഹായത്തിനായി ആശ്രയിക്കുന്ന നിങ്ങൾക്കത് കഷ്ടമായിരിക്കും. എവിടെയാണ് ആശ്രയം? ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരുവൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അവനിൽ ആശ്രയിക്കുന്നത് മാത്രമാണ് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. സങ്കീർത്തനക്കാരൻ പാടി, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ആശ്രയിക്കുവാൻ ആകർഷകമായുള്ള 1000 കാര്യങ്ങളുമായാണ് ഇന്ന് ലോകം കറങ്ങി നടക്കുന്നത്. എന്നാൽ അതൊക്കെ അസ്ഥാനത്താകും. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരുശലേമിനെ കാത്തുകൊള്ളും. അവൻ അതിനെ കാത്ത് രക്ഷിക്കും, നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും. ഹിസ്കിയ രാജാവിൻ്റെ കാലത്ത് ദൈവം യെരുശലേമിനെ സംരക്ഷിക്കുന്നത് നാം കാണുവാൻ പോവുകയാണ്. അശൂര്യർ യെരുശലേം പിടിച്ചടക്കുകയില്ല, ഇത് തീർച്ചയാകുന്നു എന്ന് ദൈവം അവർക്ക് ഉറപ്പ് നൽകുന്നു. 8-ാം വാക്യത്തിൽ നാം വായിക്കുകയാണ്. 8-ാം വാക്യത്തിൽ, എന്നാൽ അശൂർ പുരുഷൻ്റേതല്ലാത്ത വാളാൽ വീഴും, മനുഷ്യൻ്റേതല്ലാത്ത വാളിനിരയായിത്തീരും. അവർ വാളിന് ഒഴിഞ്ഞ് ഓടിപ്പോയാൽ അവരുടെ യൗവനക്കാർ ഊഴിയവേലക്കാരായിത്തീരും. പുരുഷൻ്റേതല്ലാത്ത, ദൈവം പറയുന്നത് അവരെ ഓടിച്ചു കളവാൻ നിനക്ക് ശക്തി ഉള്ളതിനാലല്ല, അതിനുള്ള ശക്തി നിനക്കില്ല. ദൈവം നിൻ്റെ ശത്രുവിനോട് എതിരിട്ടുകൊള്ളൂ. യെരുശലേമിൻ്റെ ഉറപ്പ് ദൈവത്തിലായിരിക്കേണ്ടതാണ്. നമ്മുടെ തന്നെ സഹായത്തിനും ശക്തിക്കുമായി നാം വായിക്കേണ്ട ഒരു അധ്യായമാണ് ഈ 31-ാം അധ്യായം. പ്രതികൂലങ്ങൾ നേരിടുമ്പോൾ, കാര്യമില്ലാതെ ഉപദ്രവിക്കപ്പെടുമ്പോൾ, നന്മയ്ക്കായി ചെയ്തത് ദോഷമായി തീരുമ്പോൾ താങ്കൾ സ്വയം ശപിച്ച് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ആ വിഷയം കർത്താവിൻ്റെ മുൻപിൽ സമർപ്പിച്ച് താങ്കൾക്ക് സഹിക്കാൻ കഴിയാത്ത ആ ഭാരം അവൻ്റെ മേൽ ഇടുക. കർത്താവ് താങ്കളെ സഹായിക്കും. വിനയത്തോടെ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അവൻ നിങ്ങളെ കൈപിടിച്ച് നടത്തുവാൻ മതിയായവനാണ്. ആ സ്നേഹവാൻ നമ്മെ മാടി വിളിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആ സ്നേഹം അനുഭവിപ്പാൻ, ആ ആശ്രയത്തിൻ്റെ സുഖം അനുഭവിപ്പാൻ, ആ വിശ്രമത്തിൻ്റെ മനോഹാരിത രുചിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ
കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വന്ന്, കർത്താവേ എന്നെ നീ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയെയും സഹായിപ്പാൻ അവനെപ്പോഴും ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവശക്തിയിൽ കാക്കപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ ജനം. എന്നാൽ അത് മറക്കുമ്പോഴാകുന്നു ദൈവമക്കൾ ഭയചകിതരായിത്തീരുന്നത്. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാരോട് കർത്താവ് ചോദിച്ചത്, നിങ്ങൾ ഭയപ്പെട്ടത് എന്തിനെന്നാകുന്നു? നമ്മിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്നു. അവിടുത്തെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവിടുത്തെ അളവറ്റ ശക്തിയുടെ വലിപ്പം തിരിച്ചറിയുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.